നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങി കിങ് ചാൾസ് മൂന്നാമനും പ്രിൻസ് ഓഫ് വെയിൽസ് വില്യവും. സന്ദർശനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വ്യാപാര ബന്ധം പുനരുജ്ജീവിപ്പിക്കുന്നത്. എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ബ്രിട്ടീഷ് ഭരണാധികാരി നടത്തുന്ന ആദ്യ അമേരിക്കൻ യാത്ര. UK-US ബന്ധത്തിലെ തലമുറ മാറ്റം എന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. അമേരിക്കൻ സന്ദർശനം 2026. UK-യിൽ NHS-ൽ നിന്ന് നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ രാജിവെക്കും. രാജ്യവംശീയ പരാമർശങ്ങളും കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും വർദ്ധിച്ചതോടെ ബ്രെക്സിറ്റിന് ശേഷം NHS-ലേക്കുള്ള വിദേശ മെഡിക്കൽ ജീവനക്കാരുടെ ഒഴുക്ക് നിലച്ചത് വംശീയ പരാമർശങ്ങൾ വർദ്ധിച്ചതോടെ വിദേശ ഡോക്ടർമാരും നഴ്സുമാരും അടക്കം UK-യിൽ നിന്നും സേവനം ഉപേക്ഷിച്ചു മടങ്ങുന്നു. രാജ്യത്തെ വംശീയ രാജ്യമാക്കി മാറ്റിയെന്ന് വിമർശനം. UK-യിൽ ജോലിക്കായി എത്തി പിന്നീട് അഭയത്തിന് അപേക്ഷിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. വർധനവ് ബ്രിട്ടനിൽ ലേബർ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അഭയാപേക്ഷകൾ നിയമത്തിലെ പഴുതുകൾ ദുരുപയോഗം ചെയ്യുന്നു. സെപ്റ്റംബർ വരെ വർക്ക് വിസയിലെത്തി അഭയത്തിന് അപേക്ഷ നൽകിയത് 13,427 പേർ. ബ്രിട്ടൻ പുതിയതായി നടപ്പിലാക്കിയ ഇലക്ട്രോണിക്സ് ട്രാവൽ ഓതറൈസേഷൻ സിസ്റ്റം അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുവെന്ന് വിമർശനം. ബയോമെട്രിക് പരിശോധന നിർബന്ധമാക്കി അമേരിക്ക. അമേരിക്കൻ അതിർത്തികളിൽ പ്രവേശിക്കുകയും പുറത്തു കടക്കുകയും ചെയ്യുന്ന എല്ലാ US പൗരത്വമില്ലാത്ത യാത്രക്കാർക്കും ബയോമെട്രിക് പരിശോധന നിർബന്ധമാക്കി. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും 79 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരെയും പരിശോധനയിൽ നിന്നും ഒഴിവാക്കില്ല. നോൺ US പൗരന്മാരുടെ ബയോമെട്രിക് വിവരങ്ങൾ 75 വർഷം വരെ സൂക്ഷിക്കും. US പൗരന്മാരുടെ ഫോട്ടോകൾ 12 മണിക്കൂറിനകം ഒഴിവാക്കും. അമേരിക്കയിൽ വിമാനയാത്ര നടത്തുന്നവർക്ക് പുതിയ തിരിച്ചറിയൽ നിയമങ്ങളുമായി ഗതാഗത സുരക്ഷാ ഏജൻസിയായ TSA. ID ഇല്ലാത്തവർക്ക് യാത്ര തുടരാൻ TSA കൺഫേം ID എന്ന പ്രത്യേക സുരക്ഷാ പരിശോധന നടത്തും. അംഗീകൃത രേഖകളില്ലാത്ത യാത്രക്കാർ $45 ഫീസ് തിരിച്ചറിയൽ പരിശോധനയ്ക്ക് നൽകേണ്ടി വരും. നിയമമാറ്റം 2026 ഫെബ്രുവരി 1 മുതൽ നിലവിൽ വരും. കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത് യുവജനങ്ങൾക്ക്. പുതിയ നയങ്ങൾ രൂപവൽക്കരിക്കുന്നത് യുവശക്തിക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത രാഷ്ട്രമായി ഇന്ത്യയെ നയിക്കുന്നത് യുവജനത, ജനറേഷൻ C, ജനറേഷൻ ആൽഫ എന്നിവ. ഈ നേട്ടങ്ങൾക്ക് ഒരു തുടക്കം മാത്രമാണെന്നും പ്രധാനമന്ത്രി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ചുള്ള ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കേസിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പോലീസ് വിട്ടയച്ചു. സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിച്ചു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോസ്റ്റ് ഒഴിവാക്കാൻ തയ്യാറാകാതെ സുബ്രഹ്മണ്യൻ. മറ്റത്തൂരിൽ പാർട്ടിയിൽ നിന്ന് കൂട്ടത്തോടെ രാജിവെച്ച് കോൺഗ്രസ് മെമ്പർമാർ. രാജിവെച്ചത് BJP-യുമായി ചേർന്ന് സഖ്യമുണ്ടാക്കാൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസ്സി ജോസ് കല്ലറയ്ക്കൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് മെമ്പർമാരുടെ അപ്രതീക്ഷിത നീക്കം വിമതനെ കൂട്ടുപിടിച്ച് ഭരണമുറപ്പാക്കാൻ LDF നീക്കങ്ങൾ നടക്കുന്നതിനിടെ. വാർത്തകൾ വിശദമായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വ്യാപാര ബന്ധം പുനരുജ്ജീവിപ്പിക്കുന്ന നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി 2026 കിങ് ചാൾസ് മൂന്നാമനും പ്രിൻസ് ഓഫ് വെയിൽസ് വില്യമും അമേരിക്കയിലേക്ക് സന്ദർശനങ്ങൾ നടത്തും. ചാൾസ് മൂന്നാമൻ രാജാവിന്റെ US സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുൻനിര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഫുട്ബോൾ ലോകകപ്പിനോടനുബന്ധിച്ച് അടുത്ത വർഷം പകുതിയോടെ പ്രിൻസ് വില്യം US-ൽ എത്തുമെന്നാണ് വിവരം. US, കാനഡ, മെക്സിക്കോ എന്നിവ ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് നടക്കുക. ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായ നിലയിൽ ജൂൺ 27-ന് ന്യൂജേഴ്സിയിൽ നടക്കുന്ന ഇംഗ്ലണ്ടിന്റെ ഗ്രൂപ്പ് മത്സരത്തിനും ജൂലൈ 4 നടക്കുന്ന US സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാം വാർഷികാഘോഷങ്ങൾക്കും സമീപമായിട്ടായിരിക്കും വില്യത്തിന്റെ സന്ദർശനമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 2007-ൽ ജോർജ് W. ബുഷിന്റെ ക്ഷണം സ്വീകരിച്ച് എലിസബത്ത് രാജ്ഞി US സന്ദർശിച്ചതിനു ശേഷം ബ്രിട്ടീഷ് ഭരണാധികാരി നടത്തുന്ന ആദ്യ യാത്രയാവും ഇത്. അതേസമയം ഈ മാസം ആദ്യം വ്യാപാര തർക്കങ്ങളെ തുടർന്ന് ബ്രിട്ടീഷ് ടെക് മേഖലയിലേക്കുള്ള US-ന്റെ ബഹുകോടി പൗണ്ട് നിക്ഷേപം താൽക്കാലികമായി നിർത്തിവെച്ചത് UK സർക്കാരിന് തിരിച്ചടിയായി. ട്രംപിന്റെ സ്റ്റേറ്റ് വിസിറ്റിനിടെ പ്രഖ്യാപിച്ച 31 ബില്യൺ കരാറിന്റെ ഭാഗമായി മൈക്രോസോഫ്റ്റ് 22 ബില്യണും ഗൂഗിൾ 5 ബില്യണും ഉൾപ്പെടെ US ടെക് കമ്പനികൾ UK-യിൽ വൻ നിക്ഷേപങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇതിനെ UK-US ബന്ധത്തിലെ തലമുറ മാറ്റം എന്നാണ് വിശേഷിപ്പിച്ചത്. വംശീയ പരാമർശങ്ങളും കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും വർദ്ധിച്ചതോടെ NHS-ൽ നിന്ന് നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ രാജിവെക്കുന്നതായി മുന്നറിയിപ്പ്. സർക്കാർ സ്വീകരിക്കുന്ന കടുത്ത കുടിയേറ്റ നയങ്ങളും പൊതുചർച്ചകളിലെ വംശീയ പരാമർശങ്ങളും UK-യെ പുറമേ നിന്നുള്ളവർക്ക് സ്വാഗതം നൽകാത്ത വംശീയ രാജ്യമാക്കി കാണുന്നു. വംശീയ പരാമർശങ്ങളും കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും വർദ്ധിച്ചതോടെ ബ്രെക്സിറ്റിന് ശേഷം NHS-ലേക്കുള്ള വിദേശ മെഡിക്കൽ ജീവനക്കാരുടെ ഒഴുക്ക് നിലച്ചതായും വിദേശ ഡോക്ടർമാർ സേവനം ഉപേക്ഷിക്കുന്നത് കൂടിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം നഴ്സുമാരും മിഡ്വൈഫുമാരും പുതിയതായി ജോലിയിൽ ചേരുന്നത് ഗണ്യമായി കുറഞ്ഞു. നിലവിൽ UK-യിൽ ഡോക്ടർമാരിൽ 42% വിദേശത്ത് യോഗ്യത നേടിയവരാണെന്നും ഇവരുടെ സംഭാവന ഇല്ലാതെ NHS-ന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നും ഡിക്സൺ മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയ നേതാക്കളുടെ
കുടിയേറ്റ വിരുദ്ധ പ്രസ്താവനകൾ, മാധ്യമങ്ങളിലെ പ്രതികൂല റിപ്പോർട്ടുകൾ, സഹപ്രവർത്തകരിൽ നിന്നും രോഗികളിൽ നിന്നും നേരിടേണ്ടി വരുന്ന വംശീയ അധിക്ഷേപങ്ങൾ എന്നിവയാണ് വിദേശ മെഡിക്കൽ ജീവനക്കാരെ അകറ്റുന്നതെന്ന് അവർ പറഞ്ഞു. വിദേശ NHS ജീവനക്കാർക്ക് ദിനചര്യയിൽ പോലും സുരക്ഷിതത്വക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്ന് ആരോഗ്യ ട്രസ്റ്റുകളിലെ ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാട്ടി. ആശുപത്രികളിലും പൊതുസമൂഹത്തിലും വംശീയാധിക്ഷേപം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് NHS-ൽ വംശീയതയ്ക്ക് സീറോ ടോളറൻസ് നയമാണെന്ന് ആവർത്തിച്ചു. സർക്കാർ വക്താവ് വിദേശ മെഡിക്കൽ ജീവനക്കാരുടെ സേവനം അമൂല്യമാണെന്നും എന്നാൽ ആഭ്യന്തരമായി പരിശീലനം നേടിയ ഡോക്ടർമാർക്ക് മുൻഗണന നൽകേണ്ടതുണ്ട് എന്നും പ്രതികരിച്ചു. ബ്രിട്ടനിൽ ലേബർ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം UK-യിൽ ജോലിക്കായി എത്തി പിന്നീട് അഭയത്തിന് അപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം വർക്ക് വിസയിൽ ബ്രിട്ടനിൽ എത്തിയവരിൽ 13,000 പേർ രാജ്യത്ത് അഭയത്തിനായി അപേക്ഷിച്ചിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് വർക്ക് വിസയിലെത്തിയ 13,427 പേരാണ് അഭയത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ സമാനമായ രീതിയിൽ അഭയാപേക്ഷ നൽകിയവരുടെ എണ്ണം 9,392 ആയിരുന്നു. ഏറ്റവും അവസാനം പ്രസിദ്ധപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള 3 മാസ കാലയളവിൽ അഭയത്തിനായി അപേക്ഷിച്ചത് 4,057 പേരാണ്. 3 മാസ കാലയളവിൽ അഭയാപേക്ഷകളുടെ എണ്ണം 4,000 കടക്കുന്നത് ഇതാദ്യമായാണ്. 2018-ൽ 3 മാസ കാലയളവിൽ വന്ന പരമാവധി അപേക്ഷകൾ 100 ആയിരുന്നെങ്കിൽ 2023-ൽ അത് 1000-ആയി വർദ്ധിച്ചിരുന്നു. വിസയിലോ പെർമിറ്റിലോ ആയി ബ്രിട്ടനിൽ വന്നവരിൽ മൊത്തം 41,500 പേരാണ് അഭയത്തിനായി അപേക്ഷിച്ചിരിക്കുന്നത്. മൊത്തം അഭയാപേക്ഷകളുടെ 38% വരും ഇത്. വിസയിൽ ബ്രിട്ടനിലെത്തി പിന്നീട് അഭയത്തിനായി അപേക്ഷിക്കാൻ സഹായിക്കുന്ന നിയമത്തിലെ ചില പഴുതുകൾ മറ്റു തരം വിസകളിൽ എത്തുന്നവരും ഉപയോഗിക്കുന്നുണ്ട്. സെപ്റ്റംബർ വരെയുള്ള ഒരു വർഷ കാലയളവിൽ 14,300-ലധികം വിദേശ വിദ്യാർത്ഥികളും അഭയത്തിനായി അപേക്ഷിച്ചിട്ടുണ്ട്. ഇക്കാലയളവിൽ എല്ലാ വിസകളിലുമായി എത്തി അഭയത്തിനായി അപേക്ഷിച്ചവരുടെ എണ്ണം 5,533 ആണ്. തൊട്ട് മുൻപത്തെ 12 മാസ കാലയളവിൽ ലഭിച്ചതിന്റെ ഇരട്ടിയിലേറെ വരും ഇത്. ബ്രിട്ടൻ പുതിയതായി നടപ്പിലാക്കിയ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അഥവാ ETA സിസ്റ്റം ഇത്തരത്തിൽ അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നിരവധി ജോർദാൻകാർ ETA-യിൽ ബ്രിട്ടനിലെത്തി അഭയത്തിന് അപേക്ഷിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നിയമത്തിൽ തിരക്കുപിടിച്ച ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. മറ്റു ചിലർ ETA-യിൽ ബ്രിട്ടനിലെത്തി ഇവിടെ നിന്നും റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലേക്കുള്ള വിമാനത്തിൽ കയറി അവിടെ ചെന്ന് അഭയത്തിന് അപേക്ഷിക്കുന്നുണ്ട്. UK-യിലെ ആദ്യ വനിതാ ഏഷ്യൻ മേയറായ മഞ്ജുല സൂദ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ലെസ്റ്റർ നഗരസഭയിലെ കൗൺസിലറായും അസിസ്റ്റന്റ് മേയറായും അവർ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിരുന്നു. ഇവർ നഗരത്തിന്റെ ആദ്യ വനിതാ ഹിന്ദു കൗൺസിലർ എന്ന നേട്ടവും സ്വന്തമാക്കിയിരുന്നു. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച അവർ വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, സമുദായ ഐക്യം തുടങ്ങിയ മേഖലകളിൽ നിർണായക പങ്കുവഹിച്ചു. ലെസ്റ്റർ സമൂഹത്തിനായി സമർപ്പിത സേവനം നടത്തിയ വ്യക്തി എന്ന നിലയിലാണ് സഹപ്രവർത്തകർ അവരെ വിലയിരുത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് 1970-ൽ ലെസ്റ്ററിലെത്തിയ മഞ്ജുല സൂദ് PhD പഠനത്തിനായാണ് UK-യിലേക്ക് കുടിയേറിയത്. പഠനം പൂർത്തിയാക്കിയ ശേഷം ഏകദേശം 20 വർഷത്തോളം പ്രൈമറി സ്കൂൾ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. അധ്യാപികയായും രാഷ്ട്രീയ പ്രവർത്തകയായും സമൂഹ സേവകയായും നയിച്ച ജീവിതമാണ് അവർക്ക് ബ്രിട്ടീഷ് സമൂഹത്തിൽ പൊതുസമ്മതി നേടിക്കൊടുത്തത്. UK-യിൽ പലയിടങ്ങളിലും പാർക്കിംഗ് പരിഗണന ലഭിക്കുന്ന ബ്ലൂ ബാഡ്ജ് ഇല്ലാതെ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് 2019 മുതൽ 2000-ലധികം പേർക്ക് പിഴ ചുമത്തി. വിവരാവകാശ രേഖകൾ അനുസരിച്ച് 2019-നും 2024-നും ഇടയിലായി 2,637 പേർക്ക് ഈ നിയമലംഘനത്തിന് പിഴ വിധിച്ചു. പ്ലിമത്ത് സിറ്റി കൗൺസിലിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ പറയുന്നത് 2019-നും 2024-നും ഇടയിലായി 2,637 പേർക്ക് ഈ നിയമലംഘനത്തിന് പിഴ വിധിച്ചു എന്നാണ്. ഓട്ടോമോട്ടീവ് റീറ്റെയിലർമാരായ ഇവാൻസ് ഹാൾഷോ ആണ് വിവരാവകാശ നിയമപ്രകാരം ഈ വിവരങ്ങൾ നേടിയെടുത്തത്. ഡിസേബിൾഡ് പാർക്കിംഗ് ബെയിൽ ബ്ലൂ ബാഡ്ജ് ഇല്ലാതെ പാർക്ക് ചെയ്താൽ സാധാരണയായി 70 പൗണ്ടാണ് പിഴ ഈടാക്കുക. 2024-ൽ മാത്രം 744 പേർക്കാണ് പിഴ നോട്ടീസ് ലഭിച്ചത്. 2023-ൽ ഇത് 491 ആയിരുന്നു. ഈ 5 വർഷ കാലയളവിനുള്ളിൽ ഇത്തരത്തിലുള്ള നിയമലംഘനം ആവർത്തിച്ച് ചെയ്തവർ 155 പേരാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. അമേരിക്കയിൽ ഡിസംബർ 26 മുതൽ ബയോമെട്രിക് പരിശോധന നിർബന്ധമാക്കി. അമേരിക്കൻ അതിർത്തികളിൽ പ്രവേശിക്കുകയും പുറത്തു കടക്കുകയും ചെയ്യുന്ന എല്ലാ US പൗരത്വമില്ലാത്ത യാത്രക്കാർക്കും ബയോമെട്രിക് പരിശോധന നിർബന്ധമാക്കിക്കൊണ്ട് പുതിയ ചട്ടം പ്രാബല്യത്തിൽ വന്നു. US-ൽ ഗ്രീൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെ എല്ലാ non-US സിറ്റിസൺസിന്റെയും ഫോട്ടോകൾ വിമാനത്താവളങ്ങൾ, കര അതിർത്തികൾ, തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അധികൃതർ എടുക്കും. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും 79 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരെയും ഈ ചട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഇതുവരെ ചില തിരഞ്ഞെടുത്ത പ്രവേശന പുറത്തുകടക്കൽ കേന്ദ്രങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ബയോമെട്രിക് പരിശോധന. ഇനി ഇത് രാജ്യവ്യാപകമായി നിർബന്ധമാക്കിയിരിക്കുകയാണ്. യാത്രക്കാരുടെ തിരിച്ചറിയൽ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി CPV വിരലടയാളങ്ങളും കണ്ണിന്റെ ഐറിസ് സ്കാനുകളും ശേഖരിക്കാനുള്ള അധികാരം നിലനിർത്തിയിട്ടുണ്ട്. ട്രാവലർ വെരിഫിക്കേഷൻ സർവീസ് എന്ന സംവിധാനത്തിലൂടെയാണ് വിവരങ്ങൾ യാത്രാരേഖകളുമായി പൊരുത്തപ്പെടുത്തുന്നത്. പുതിയ ചട്ടത്തിൽ നയതന്ത്ര
പ്രതിനിധികൾക്കും ഇളവില്ല. ഡിപ്ലോമാറ്റുകൾക്കും ബയോമെട്രിക് വിവരങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് CBP വ്യക്തമാക്കി. അതുപോലെ തന്നെ കാനഡ പൗരന്മാരും ഈ ചട്ടത്തിന് വിധേയരാണ്. സ്വകാര്യ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും കാൽനടയായി അതിർത്തി കടക്കുന്നവരും ഉൾപ്പെടെ എല്ലാ non-US യാത്രക്കാർക്കും നിയമം ബാധകമാകും. അതേസമയം US പൗരന്മാർക്ക് ബയോമെട്രിക് പരിശോധന നിർബന്ധമല്ല. എന്നാൽ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സ്വമേധയാ ഫേഷ്യൽ ബയോമെട്രിക് പ്രക്രിയയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവർ CBP ഉദ്യോഗസ്ഥരെയോ എയർലൈൻ പ്രതിനിധികളെയോ അറിയിച്ചാൽ പാസ്പോർട്ട് മാനുവൽ പരിശോധനയ്ക്ക് വിധേയരാകാം. CBPയുടെ വിശദീകരണ പ്രകാരം US പൗരന്മാരുടെ ഫോട്ടോകൾ തിരിച്ചറിയൽ പരിശോധനയ്ക്ക് ശേഷം 12 മണിക്കൂറിനകം ഒഴിവാക്കും. എന്നാൽ non-US പൗരന്മാരുടെ ബയോമെട്രിക് വിവരങ്ങൾ ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ ബയോമെട്രിക് ഐഡന്റിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തി പരമാവധി 75 വർഷം വരെ സൂക്ഷിക്കും. അമേരിക്കയിൽ വിമാനയാത്ര നടത്തുന്നവർക്ക് പുതിയ തിരിച്ചറിയൽ നിയമങ്ങളുമായി ഗതാഗത സുരക്ഷാ ഏജൻസിയായ TSA. 2026 ഫെബ്രുവരി 1 മുതൽ നിലവിൽ വരുന്ന ഈ മാറ്റം യാത്രക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും സമയനഷ്ടവും ഉണ്ടാക്കിയേക്കാം. റിയൽ ഐഡിയോ മറ്റ് അംഗീകൃത രേഖകളോ ഇല്ലാത്ത യാത്രക്കാർ വിമാനത്താവളത്തിൽ തിരിച്ചറിയൽ പരിശോധനയ്ക്കായി $45 ഫീസ് നൽകേണ്ടി വരും. ID ഇല്ലാത്തവർക്ക് യാത്ര തുടരണമെങ്കിൽ TSA കൺഫേം ID എന്ന പ്രത്യേക സുരക്ഷാ പരിശോധനയിലൂടെ കടന്നു പോകണം. ഈ പരിശോധനയ്ക്ക് കൂടുതൽ സമയം എടുക്കുമെന്നതിനാൽ വിമാനത്താവളത്തിൽ വലിയ തിരക്കിനും യാത്രാ തടസ്സത്തിനും സാധ്യതയുണ്ട്. 2025 മെയ് മുതൽ റിയൽ ID നിയമം കർശനമാക്കുമെങ്കിലും പിഴയോടുകൂടിയുള്ള പരിശോധന 2026 ഫെബ്രുവരി മുതലാണ് ആരംഭിക്കുന്നത്. റിയൽ ID ഡ്രൈവിംഗ് ലൈസൻസ്, US പാസ്പോർട്ട്, ഗ്രീൻ കാർഡ്, വിദേശ പാസ്പോർട്ടുകൾ തുടങ്ങിയവ കൈവശമുള്ളവർക്ക് ഈ ഫീസ് ബാധകമല്ല. എന്നാൽ താൽക്കാലിക ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്വീകരിക്കില്ല. അധിക സുരക്ഷാ പരിശോധനയ്ക്കുള്ള ചെലവ് സാധാരണ നികുതിദായകരിൽ നിന്ന് മാറ്റി നിയമം പാലിക്കാത്ത യാത്രക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. യാത്രക്കാർ എത്രയും വേഗം തങ്ങളുടെ ID പുതുക്കണമെന്നും യാത്രാ വൈകലുകൾ ഒഴിവാക്കാൻ റിയൽ ID സ്വന്തമാക്കണമെന്നും TSA അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.2 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 89.81 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.79 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.63 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ നയങ്ങൾ രൂപവൽക്കരിക്കുന്നത് യുവശക്തിക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണെന്നും രാജ്യനിർമ്മാണത്തിൽ യുവജനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വീർബാൽ ദിവസ് പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. യുവജനത ജനറേഷൻ C, ജനറേഷൻ ആൽഫ എന്നിവയെ പ്രതിനിധീകരിക്കുന്നുവെന്നും വികസിത രാഷ്ട്രമായി ഇന്ത്യയെ നയിക്കുന്നത് അവരുടെ തലമുറയായിരിക്കുമെന്നും ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വീർബാൽ ദിവസ് പരിപാടിയിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. യുവജനങ്ങളുടെ കഴിവിലും ആത്മവിശ്വാസത്തിലും താൻ വിശ്വസിക്കുന്നുവെന്നും അതുകൊണ്ടാണ് അവർക്ക് വലിയ പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു കുട്ടി ബുദ്ധിപൂർവ്വം സംസാരിച്ചാൽ അത് അംഗീകരിക്കണമെന്ന പഴഞ്ചൊല്ല് ഉദ്ധരിച്ച് പ്രായമല്ല പ്രവൃത്തികളാണ് മഹത്വം നിർണ്ണയിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. യുവാക്കൾക്ക് പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും പലരും ഇതിനകം തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നേട്ടങ്ങൾ ഒരു തുടക്കം മാത്രമാണെന്നും സ്വപ്നങ്ങൾ ആകാശത്തോളം ഉയർത്താൻ ഒരുപാട് ദൂരം പോകാനുണ്ടെന്നും യുവതലമുറയെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ തലമുറ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മുൻകാലങ്ങളിൽ നിരാശ നിറഞ്ഞ സാഹചര്യത്തിൽ സ്വപ്നം കാണാൻ പോലും ഭയന്നിരുന്നത് പോലെയല്ല ഇന്നത്തെ സ്ഥിതിയെന്നും രാജ്യത്തിന്റെ പിന്തുണ യുവജനങ്ങളുടെ പ്രതിഭയ്ക്ക് ഒപ്പമുണ്ട് എന്നും പറഞ്ഞു. ഇന്ന് രാജ്യം പ്രതിഭകളെ തേടുന്നു, വേദികൾ നൽകുന്നു. 140 കോടി പൗരന്മാരുടെ ശക്തിയെ അവരുടെ അഭിലാഷങ്ങളുമായി ബന്ധിപ്പിക്കുന്നു എന്നും മോദി കൂട്ടിച്ചേർത്തു. യാത്രക്കാരുടെ എണ്ണത്തിലുള്ള വർധന കണക്കിലെടുത്ത് കൊച്ചി ഉൾപ്പെടെ രാജ്യത്തെ 48 നഗരങ്ങളിൽ നിന്നുള്ള റെയിൽവേ സർവീസുകൾ 5 വർഷത്തിനകം ഇരട്ടിയാക്കുമെന്ന് റെയിൽവേ. ഇതിനായി പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ, കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ, പിറ്റ് ലൈനുകൾ, ഷണ്ടിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും. ഈ നഗരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളുടെ എണ്ണം 2030 ആകുന്നതോടെ ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഇതിനായി സിഗ്നലിംഗ് സംവിധാനം നവീകരിക്കും. ട്രാക്കുകളുടെ എണ്ണം കൂട്ടുകയും ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണിക്കുള്ള സംവിധാനങ്ങൾ വിപുലമാക്കുകയും ചെയ്യും. സ്റ്റേഷനുകളിലെ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും. ഇതിനുള്ള ഹ്രസ്വകാല, ദീർഘകാല പദ്ധതികൾ ഉടൻ സമർപ്പിക്കാൻ സോണുകൾക്ക് റെയിൽവേ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഓൺലൈൻ വഴി ട്രെയിൻ ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് ആദ്യ ദിനം ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കും. തൽക്കാൽ ടിക്കറ്റുകൾക്ക് ആധാർ നിർബന്ധമാക്കിയതിന് പിന്നാലെയാണ് ജനറൽ റിസർവേഷൻ ടിക്കറ്റുകൾക്കും ആദ്യ ദിനത്തിലെ ബുക്കിംഗിന് റെയിൽവേ ഈ നിയമം ബാധകമാക്കുന്നത്. അഡ്വാൻസ് റിസർവേഷൻ കാലയളവ് ആരംഭിക്കുന്ന ആദ്യ ദിനത്തിൽ IRTCC പോർട്ടൽ വഴി ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമം ഘട്ടം ഘട്ടമായാണ് നടപ്പിലാക്കുന്നത്. ഡിസംബർ 29 മുതൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഉപയോക്താക്കൾക്ക് ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാണ്. ജനുവരി 5 മുതൽ ഈ നിയന്ത്രണം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാകും.
ജനുവരി 12 മുതൽ ടിക്കറ്റ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്ന ദിവസം മുഴുവൻ സമയം ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ. തിരക്കേറിയ റൂട്ടുകളിലെ ടിക്കറ്റുകൾ മിനിറ്റുകൾക്കുള്ളിൽ ഫുൾ ബുക്കിംഗ് ആവാറുണ്ട്. ഈ സാഹചര്യം മുതലെടുത്ത് ഏജന്റുമാർ വ്യാജ ഐഡികൾ ഉപയോഗിച്ച് ടിക്കറ്റുകൾ മൊത്തമായി ബുക്ക് ചെയ്യുകയും പിന്നീട് 2000 മുതൽ 4000 രൂപ വരെ അധികം വാങ്ങി യാത്രക്കാർക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന രീതി തുടരുന്നു എന്ന് പരാതി വ്യാപകമാണ്. ഇത് തടയുന്നതിനാണ് റെയിൽവേയുടെ പുതിയ നീക്കം. അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിലെ റിസർവേഷൻ കൗണ്ടറുകളിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് നിലവിലുള്ള രീതി പിന്തുടരാം. അവിടെ ഏതെങ്കിലും സാധുവായ തിരിച്ചറിയൽ രേഖ നൽകിയാൽ മതിയാവും. ആധാറിന് പുറമെ തിരഞ്ഞെടുത്ത ചില ട്രെയിനുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ OTP വെരിഫിക്കേഷനും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണ റെയിൽവേയിലെ നവജീവൻ എക്സ്പ്രസ്, കൊറോമാണ്ടൽ എക്സ്പ്രസ്, ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ചുള്ള ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കേസിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ പുറത്ത് വിട്ടയച്ചു. നോട്ടീസ് നൽകി വിട്ടയച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. കലാപാഹ്വാനം നടത്തിയെന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ചേവയാർ പോലീസ് സ്വമേധയാ എടുത്ത കേസ് പ്രകാരമാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാവിലെ 8 മണിയോടെ വീട്ടിലെത്തിയാണ് ചേവയാർ പോലീസ് നടപടി സ്വീകരിച്ചത്. സുബ്രഹ്മണ്യനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തി. സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അതിനെ തുടർന്ന് ആരംഭിച്ചിരുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോസ്റ്റ് ഒഴിവാക്കാൻ സുബ്രഹ്മണ്യൻ തയ്യാറായിരുന്നില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും സ്റ്റേഷനിൽ ഹാജരായില്ല. സുബ്രഹ്മണ്യന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റിലേക്ക് പോലീസ് കടക്കുമെന്നായിരുന്നു സൂചന. അതേസമയം ഫോട്ടോയുടെ ആധികാരികത വ്യക്തമാക്കുമെന്ന് N സുബ്രഹ്മണ്യൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് നീക്കം. ഇതേ ഫോട്ടോ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടില്ല. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്നാണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്തത്. വീഡിയോ പങ്കുവച്ച് വാർത്ത നൽകിയ ചാനലിനെതിരെയും കേസില്ല. നിയമ നടപടി നേരിടും. ജാമ്യം ലഭിച്ചാൽ എടുക്കും, അതല്ലെങ്കിൽ ജയിലിൽ പോകുമെന്നും സുബ്രഹ്മണ്യൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. വൈദ്യപരിശോധനയ്ക്കായി സുബ്രഹ്മണ്യനെ വെള്ളിമാടുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. രക്തസമ്മർദ്ദത്തിൽ നേരിയ വ്യതിയാനം കണ്ടതിനാൽ സുബ്രഹ്മണ്യൻ ആശുപത്രിയിൽ അല്പനേരം നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്തിരുന്നു. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി, യൂത്ത് കോൺഗ്രസ് നേതാവ് KM അഭിജിത്ത് തുടങ്ങിയവർ ആശുപത്രിയിലെത്തി. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായതിനാൽ സുബ്രഹ്മണ്യന് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകർ ചേവയാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. 2 ചിത്രങ്ങളാണ് സുബ്രഹ്മണ്യൻ സമൂഹ മാധ്യമത്തിൽ ഇട്ടതെന്നും ഇതിൽ ഒന്ന് ഒഴിവാക്കിയെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒഴിവാക്കിയ ചിത്രത്തിന്റെയും നിലവിലുള്ള ചിത്രത്തിന്റെയും ആധികാരികത ഉറപ്പാക്കുന്നതിനാണ് മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് വിവരം. അതിനു പിന്നാലെയാണ് പോലീസിന്റെ ഉന്നതന്റെ നിർദ്ദേശപ്രകാരം സുബ്രഹ്മണ്യനെ വിട്ടയച്ചത്. കോൺഗ്രസ് അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തു വന്നിരുന്നു. സുബ്രഹ്മണ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയെ രൂക്ഷമായി വിമർശിച്ച് KC വേണുഗോപാൽ MPയും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരുന്നു. മറ്റത്തൂരിൽ കോൺഗ്രസ് മെമ്പർ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ആകെയുള്ള 8 കോൺഗ്രസ് മെമ്പർമാരും രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കുകയും ഭരണത്തിലെത്തുകയും ചെയ്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസ്സി ജോസ് കല്ലറയ്ക്കലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസിൽ നിന്ന് ജയിച്ച 8 കോൺഗ്രസ് മെമ്പർമാരും BJPയിലെ 4 അംഗങ്ങളിൽ 3 പേരുടെ വോട്ട് ലഭിച്ച് 12 വോട്ട് നേടിയാണ് ജയിച്ചത്. ഒരു BJP അംഗത്തിന്റെ വോട്ട് അസാധുവായി. സ്വതന്ത്രനായി വിജയിച്ച KR ഔസേപ്പിന് 10 LDF അംഗങ്ങൾ വോട്ട് ചെയ്തു. കോൺഗ്രസ് വിമതനായി മത്സരിച്ചു ജയിച്ച സ്വതന്ത്ര അംഗത്തെ കൂട്ടുപിടിച്ച് ഭരണം ഉറപ്പാക്കാൻ LDF നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോടും നേതൃത്വം കാണിച്ച നീതികേട് പ്രതിഷേധിച്ചാണ് രാജിയെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. മിനിമോൾ, ശ്രീജ, സുമ, ആന്റണി, അക്ഷയ് സന്തോഷ്, പ്രിന്റോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, സിബി പൗലോസ്, നൂർജഹാൻ നവാസ് എന്നിവരാണ് രാജി സമർപ്പിച്ചത്. KPCC തീരുമാനത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നുവെന്ന് പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ സസ്പെൻഷൻ നടപടി നേരിട്ട മുതിർന്ന കോൺഗ്രസ് നേതാവും തൃശൂരിലെ കൗൺസിലറുമായ ലാലി ജെയിംസ് വ്യക്തമാക്കി. സസ്പെൻഷനെ ഭയപ്പെടുന്ന ആളല്ല താനെന്നും ഒരു ഉറച്ച കോൺഗ്രസുകാരിയായിരിക്കുമെന്നും മരണം വരെ ഓർമ്മ അവശേഷിക്കും വരെ പാർട്ടിയിൽ തന്നെ തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. തന്റെ ഭാഗം കേൾക്കാനോ വിശദീകരണം ചോദിക്കാനോ തയ്യാറാകാതെ രാത്രി വൈകി ഇരുട്ടിന്റെ മറവിലെടുത്ത തീരുമാനമാണ് ഇതെന്ന് അവർ ആരോപിച്ചു. സസ്പെൻഡ് ചെയ്യാനും തിരിച്ചെടുക്കാനും പാർട്ടിക്ക് അവകാശമുണ്ടെങ്കിലും നീതിപൂർവമായ നടപടിയല്ല ഉണ്ടായതെന്നും ലാലി പറഞ്ഞു. കോൺഗ്രസുകാരിയായി തുടരാൻ തനിക്ക് പ്രത്യേക അംഗത്വത്തിന്റെ ആവശ്യമില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. നിലവിലെ മേയർ നിജി ജസ്റ്റിനെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും ലാലി ജെയിംസ് പറഞ്ഞു. നിജി ജസ്റ്റിൻ പലതവണ പണവുമായി പലയിടങ്ങളിലേക്ക് പോയത് താൻ അറിഞ്ഞിട്ടുണ്ടെന്നും ആ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നും അവർ വ്യക്തമാക്കി. മഹിളാ കോൺഗ്രസിലും പാർട്ടിയിലും വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള തന്നെയും സുബി ബാബുവിനെയും പോലുള്ള മുതിർന്നവരെ തഴഞ്ഞത് എന്തിനാണെന്നും അവർ ചോദിച്ചു. പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മറ്റു മുന്നണികളിലേക്കോ പാർട്ടികളിലേക്കോ ചേക്കേറുന്ന സ്വഭാവം തനിക്കില്ല എന്നവർ പറഞ്ഞു. താൻ എടുത്ത നിലപാടുകളിൽ വിശ്വാസമുള്ളവർക്കൊപ്പമാണ് താനെന്നും പാർട്ടിക്ക് കൂടുതൽ ദോഷമുണ്ടാക്കുന്ന പ്രവൃത്തികളിലേക്ക് ഇനി നീങ്ങില്ല എന്നും അവർ വ്യക്തമാക്കി.
കേരളത്തിൽ ആദ്യമായി ഒരു അന്താരാഷ്ട്ര മത്സരത്തിനിറങ്ങിയ ഇന്ത്യൻ വനിതാ ടീം സംസ്ഥാനത്തിൽ ആദ്യമായി ഒരു വിജയം കൊയ്തു. ശ്രീലങ്കയ്ക്കെതിരെ 5 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പരയിലെ 3-ാം മത്സരത്തിൽ 8 വിക്കറ്റിനാണ് ഇന്ത്യൻ ജയം. ഇതോടെ 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെ ഇന്ത്യ 3-0 പരമ്പര സ്വന്തമാക്കി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. സ്കോർ 13.2 ഓവർ 115/2 എന്നതാണ്. പന്ത് കൊണ്ട് രേണുക സിംഗും ദീപ്തി ശർമ്മയും തുടങ്ങി വെച്ച ആധിപത്യം ബാറ്റ് കൊണ്ട് ഷഫാലി വർമ്മയും തുടർന്നതോടെ ഇന്ത്യക്ക് ജയം അനായാസമായി. രേണുക 4-ഉം ദീപ്തി 3-ഉം വിക്കറ്റുകൾ നേടി ശ്രീലങ്കയെ ആദ്യം ചെറിയ സ്കോറിൽ പിടിച്ചുകെട്ടി. പിന്നീട് ബാറ്റിംഗിൽ ഇന്ത്യയുടെ ഊഴമെത്തിയപ്പോൾ ഷഫാലി വർമ്മ തകർപ്പനാർത്ത സെഞ്ചുറി നേടി ജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ശ്രീലങ്കയ്ക്കായി കവിഷ ദിൽഹരി 2 വിക്കറ്റുകൾ നേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമേരിക്കൻ സന്ദർശനത്തിനൊരുങ്ങി കിങ് ചാൾസ് മൂന്നാമനും പ്രിൻസ് ഓഫ് വെയിൽസ് വില്യവും. സന്ദർശനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വ്യാപാര ബന്ധം പുനരുജ്ജീവിപ്പിക്കുന്നത്. എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ബ്രിട്ടീഷ് ഭരണാധികാരി നടത്തുന്ന ആദ്യ അമേരിക്കൻ യാത്ര. UK US ബന്ധത്തിലെ തലമുറ മാറ്റം എന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. അമേരിക്കൻ സന്ദർശനം 2026. UK-യിൽ NHS-ൽ നിന്ന് നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ രാജിവെക്കും. വംശീയ പരാമർശങ്ങളും കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും വർദ്ധിച്ചതോടെ. ബ്രെക്സിറ്റിന് ശേഷം NHS-ലേക്കുള്ള വിദേശ മെഡിക്കൽ ജീവനക്കാരുടെ ഒഴുക്ക് നിലച്ചത് വംശീയ പരാമർശങ്ങൾ വർദ്ധിച്ചതോടെ. വിദേശ ഡോക്ടർമാരും നഴ്സുമാരും അടക്കം UK-യിൽ നിന്നും സേവനം ഉപേക്ഷിച്ച് മടങ്ങുന്നു. രാജ്യത്തെ വംശീയ രാജ്യമാക്കി മാറ്റിയെന്ന് വിമർശനം. UK-യിൽ ജോലിക്കായി എത്തി പിന്നീട് അഭയത്തിന് അപേക്ഷിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. വർധനവ് ബ്രിട്ടനിൽ ലേബർ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം. അഭയാപേക്ഷകൾ നിയമത്തിലെ പഴുതുകൾ ദുരുപയോഗം ചെയ്യുന്നു. സെപ്റ്റംബർ വരെ വർക്ക് വിസയിലെത്തി അഭയത്തിന് അപേക്ഷ നൽകിയത് 13,427 പേർ. ബ്രിട്ടൻ പുതിയതായി നടപ്പിലാക്കിയ ഇലക്ട്രോണിക്സ് ട്രാവൽ ഓതറൈസേഷൻ സിസ്റ്റം അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുവെന്ന് വിമർശനം. ബയോമെട്രിക് പരിശോധന നിർബന്ധമാക്കി അമേരിക്ക. അമേരിക്കൻ അതിർത്തികളിൽ പ്രവേശിക്കുകയും പുറത്തു കടക്കുകയും ചെയ്യുന്ന എല്ലാ US പൗരത്വമില്ലാത്ത യാത്രക്കാർക്കും ബയോമെട്രിക് പരിശോധന നിർബന്ധമാക്കി. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും 79 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരെയും പരിശോധനയിൽ നിന്നും ഒഴിവാക്കില്ല. നോൺ US പൗരന്മാരുടെ ബയോമെട്രിക് വിവരങ്ങൾ 75 വർഷം വരെ സൂക്ഷിക്കും. US പൗരന്മാരുടെ ഫോട്ടോകൾ 12 മണിക്കൂറിനകം ഒഴിവാക്കും. അമേരിക്കയിൽ വിമാനയാത്ര നടത്തുന്നവർക്ക് പുതിയ തിരിച്ചറിയൽ നിയമങ്ങളുമായി ഗതാഗത സുരക്ഷാ ഏജൻസിയായ TSA. ID ഇല്ലാത്തവർക്ക് യാത്ര തുടരാൻ TSA കൺഫേം ID എന്ന പ്രത്യേക സുരക്ഷാ പരിശോധന നടത്തും. അംഗീകൃത രേഖകളില്ലാത്ത യാത്രക്കാർ $45 ഫീസ് തിരിച്ചറിയൽ പരിശോധനയ്ക്ക് നൽകേണ്ടി വരും. നിയമമാറ്റം 2026 ഫെബ്രുവരി 1 മുതൽ നിലവിൽ വരും. കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത് യുവജനങ്ങൾക്ക്. പുതിയ നയങ്ങൾ രൂപവൽക്കരിക്കുന്നത് യുവശക്തിക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത രാഷ്ട്രമായി ഇന്ത്യയെ നയിക്കുന്നത് യുവജനത ജനറേഷൻ C, ജനറേഷൻ ആൽഫ എന്നിവ. ഈ നേട്ടങ്ങൾക്ക് ഒരു തുടക്കം മാത്രമാണെന്നും പ്രധാനമന്ത്രി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ചുള്ള ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കേസിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പോലീസ് വിട്ടയച്ചു. സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിച്ചു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോസ്റ്റ് ഒഴിവാക്കാൻ തയ്യാറാകാതെ സുബ്രഹ്മണ്യൻ. മറ്റത്തൂരിൽ പാർട്ടിയിൽ നിന്ന് കൂട്ടത്തോടെ രാജിവെച്ച് കോൺഗ്രസ് മെമ്പർമാർ. രാജിവെച്ചത് BJP-യുമായി ചേർന്ന് സഖ്യമുണ്ടാക്കാൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസ്സി ജോസ് കല്ലറയ്ക്കൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് മെമ്പർമാരുടെ അപ്രതീക്ഷിത നീക്കം വിമതനെ കൂട്ടുപിടിച്ച് ഭരണം ഉറപ്പാക്കാൻ LDF നീക്കങ്ങൾ നടക്കുന്നതിനിടെ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.